സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാനത്ത് നടക്കുന്നത് എന്ത് അസംബന്ധമാണെന്നും ചോദ്യം. എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തിനാണ് ജോലി ചെയ്യുന്നതെന്നും കോടതിയുടെ ചോദ്യം. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നത് സർക്കാർ ഗൗരവത്തിലെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ എ. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി കെ.പി. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വിമർശനമുന്നയിച്ചത്. ഒരാൾ പ്രതിചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുന്നു. മകൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതാണ് ആശുപത്രിയിൽ പോയതെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കരദാസിനെ പരാമർശിച്ചുള്ള കോടതിയുടെ വിമർശനം. സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് യോജിപ്പില്ല. SITയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് എ. ബദറുദ്ദീൻ തുറന്നടിച്ചു. പത്മകുമാറിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തുവരുത്തിയെന്നും കുറ്റപ്പെടുത്തി. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി വിമർശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമല്ല, എന്നാൽ എല്ലാമാണെന്നും കോടതിയുടെ പരാമർശമുണ്ടായി. സ്വർണത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക 2019 DDI നൽകിയെന്ന 13ാം പ്രതി ഗോവർദ്ധൻ വാദമുന്നയിച്ചു. UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിൽ വിടവുണ്ടായതിനെ തുടർന്നാണ് താൻ വീണ്ടും സ്വർണം പൂശിയത്. അയ്യപ്പ ഭക്തനായ താൻ ഇതുവരെ ശബരിമലയ്ക്കായി 1.4 കോടി രൂപ ചെലവഴിച്ചതായും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഗോവർദ്ധൻ അറിയിച്ചു. 3 ജാമ്യാപേക്ഷകളിലും വാദം കേട്ട ഹൈക്കോടതി ഇവ വിധി പറയാനായി മാറ്റി. ജനം, കൊച്ചി.